സാർ ഒരുപാട് കുട്ടികളെ മീറ്റ് ചെയ്യാൻ പോകാറുണ്ട്, അവരുമായിട്ട് സംവദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയാൻ ന്യൂ ജനറേഷനാണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ അവരുടെ ഒരു അവരിൽ നിന്ന് സാറിന് പഠിക്കാൻ, അല്ലെങ്കിൽ അവരിൽ എന്താണ് ഒരു വ്യത്യാസം വരുത്തണം, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഓരോ ജനറേഷനും ഉണ്ടാകുന്നത് കാലഘട്ടത്തിനനുസരിച്ചാണ്. ഇപ്പോൾ മരുഭൂമിയിൽ വളരുന്ന ഒരു മരത്തിന് നല്ല മഴയുള്ളൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിലുള്ള മരത്തിൻ്റെ ഒരു സ്വഭാവവും കാണില്ല, വേറൊരു സ്വഭാവമായിരിക്കും. അപ്പോൾ അത് എവിടെ വളരുന്നതിനെ ആശ്രയിച്ചാണ് ആ മരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ മരുഭൂമി വളരുന്ന മരത്തെയോ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല, അത് ആ സാഹചര്യത്തിനനുസരിച്ചാണ് വളരുന്നത്, അല്ലേ? ഓരോ തലമുറയും അവരുടെ പരിസരത്തിനനുസരിച്ച്. ഇപ്പം IT യുഗത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടി ആ ലോകത്തായിരിക്കും വളരുക. എന്നാൽ ഈ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടെലിവിഷനോ പോലും ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ചൊരു മനുഷ്യൻ്റെ സാമൂഹികമായിട്ട് ഭയങ്കര ബന്ധങ്ങളുണ്ടാവും. അവൻ്റെ സോഷ്യൽ ആക്ടിവിറ്റി പറഞ്ഞാൽ കലിങ്കയിൽ പോയിരുന്ന് പരമാവധി ആളുകളോട് വർത്തമാനം പറയുന്നതായിരിക്കും. മൊബൈൽ ഫോണിലേക്ക് ടെലിവിഷനായപ്പോൾ ഒരു വീട്ടിനകത്തെ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ അയൽക്കാരുടെ ഒരു സദസ്സുണ്ടായിരുന്നു. മൊബൈലിലേക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനവൻ മാത്രം മതി. അപ്പോൾ അവനവൻ്റെ ലോകം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതാണ് അവൻ്റെ ഒരു മാതൃക. പിന്നെ പുതിയ തലമുറയെക്കുറിച്ച് എനിക്ക് ഉള്ളൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഇതേ ഉള്ളൂ. ഗ്ലോബലി ചിന്തിക്കണം. ഇപ്പം ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ പഴയ തലമുറയേക്കാൾ ചെറിയൊരു ഔട്ട്പുട്ട് കൊടുത്താൽ പോരാ. മനസ്സിലായില്ലേ? ഒരു ഗ്ലോബൽ ഔട്ട്പുട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സിനിമകൾ പോലും ഇപ്പോൾ അടുത്ത കാലത്ത് വിജയിച്ചതെന്ന് പറയുന്ന സിനിമ പോലും ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത സിനിമകൾ പോലും വിജയിക്കുന്ന ഒരു കാലമായി. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഉണ്ടാക്കുന്നവർക്ക് സബ്സ്റ്റൻസ് ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം. സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുറച്ചുകൂടെ വലിയ ചിന്തകളും വലിയ ആശയങ്ങളും കൊടുക്കാൻ പറ്റണം. അത്തരം സിനിമകളും ഉണ്ടാകുന്നുണ്ടല്ലോ ലോകത്ത് ഈ പുതിയ കാലഘട്ടത്തിലും. ഈ ന്യൂ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നല്ല സബ്സ്റ്റൻസ് ഉള്ള സിനിമകളും ഉണ്ടാകുന്നുണ്ട്. ബഡ്ജറ്റല്ല ഞാൻ ഈ പറയുന്നത്, സബ്സ്റ്റൻസ്. അപ്പം നമ്മളുടെ പല ഹിറ്റാകുന്ന സിനിമകളും സബ്സ്റ്റൻസേ വേണ്ട എന്നുള്ള ചിന്തയിൽ മത്സരിച്ച് സബ്സ്റ്റൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതല്ല, സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ടുവരൂ. അങ്ങനെയാണ് കാലാതിവർത്തിയാവുന്നത്. ഇല്ലെങ്കിൽ തൽക്കാലം ഒരു പടം എടുക്കാൻ പറ്റും. ഏത് ജനറേഷനിൽപ്പെട്ട ആൾക്കും ഒരൊറ്റ സിനിമ എടുക്കാൻ വലിയ ബുദ്ധി ആവശ്യമില്ല. അവൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിലെ അനുഭവം, അവൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിലെ അനുഭവം, അവർ ഇത്രയും കാലം പറഞ്ഞതിൽ ഏറ്റവും നല്ല തമാശകളും ഏറ്റവും വലിയ മണ്ടത്തരങ്ങളും എല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ ഒരു സ്ക്രിപ്റ്റായി. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എടുക്കുമ്പോഴാണ് ഒരാളുടെ സ്കില്ല് പുറത്തു വരേണ്ടത്. അപ്പോൾ ഒറിജിനാലിറ്റി ഉള്ള ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിനിമയും 2 സിനിമയൊക്കെ എടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഹിറ്റാകുന്ന ആളെ കുറിച്ചുള്ള മതിപ്പിനേക്കാൾ കൺസിസ്റ്റൻ്റായി എല്ലാ യൂട്യൂബ് വീഡിയോകളും സൂപ്പർ ഹിറ്റായി ഓടുന്ന ഒരാളോടല്ലേ നമുക്ക് കൂടുതൽ മതിപ്പ് തോന്നുക.